ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂലൈ 20-ാം തീയതി ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന LPSC എക്സാമിൻ്റെ മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് കേട്ടോ. കുറച്ച് കടുപ്പിച്ച ചോദ്യങ്ങളായിരുന്നു UPSC അപേക്ഷിച്ച് നോക്കുമ്പോൾ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. സോ ലെറ്റ്സ് ഗോ ടു ആ വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു വാട്ടർ ടാങ്കിൽ 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പോൾ ആ ടാങ്കിന്റെ 1/4 ഭാഗം നിറഞ്ഞു. ആ ടാങ്ക് നിറയാൻ വേണ്ട വെള്ളത്തിന്റെ അളവ് എത്ര? ഇതേ പാറ്റേണിൽ ഈ നമ്പർ മാത്രം വ്യത്യാസപ്പെടുത്തിയിട്ടൊരു ചോദ്യം മുൻ വർഷങ്ങളിൽ ചോദിച്ചിരുന്നു കേട്ടോ. നമ്മളത് ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ അനാലിസിസ് ചെയ്ത സമയത്ത് ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യം കൂടെയാണ്. അപ്പൊ നോക്കിയാലോ, നോക്കിക്കേ. 1/4 ഭാഗം നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു വാട്ടർ ടാങ്കിനെ 4 ഭാഗങ്ങളായിട്ട് നമ്മൾ മുറിച്ചു. ഓക്കെ, 3/4 എന്ന് പറഞ്ഞാൽ എന്താ? 4ൽ 3 ഭാഗം. 3/4 എന്ന് പറഞ്ഞാൽ 4ൽ 3 ഭാഗം. അപ്പൊ നോക്കിക്കേ, 1, 2, 3. ഈ 3 ഭാഗം എന്ത് ചെയ്തു? നിറഞ്ഞു. എത്ര ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം? 10 ലിറ്റർ വെള്ളം ഒഴിച്ചപ്പം. അപ്പൊ 3 ഭാഗം 10 ആണെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 10 എനിക്ക് എങ്ങനെ എഴുതാം? 10.5 എന്ന് എഴുതിക്കൂടെ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 10 അര 10.5 എന്ന് എഴുതാം. 21/2 എന്ന് എഴുതിയാലും തെറ്റൊന്നുമില്ല. മിക്സർ ഫ്രാക്ഷനെ മാറ്റി വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? 10 എന്ന് വായിച്ചു. അപ്പൊ 3 ഭാഗം നിറയ്ക്കാൻ 10 ലിറ്റർ വേണം. അപ്പൊ ഒരു ഭാഗം നിറയ്ക്കാൻ എത്ര വേണം? 10.5നെ 3 ഹരിച്ചാൽ മതി. മനസ്സിലായോ? ആകെ മൊത്തം 3 ഭാഗങ്ങൾ. അത് എന്തിന് തുല്യമാണ്? 10.5ന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും? 10.5നെ 3 ഹരിക്കുക. ഹരിച്ചോ? ഇപ്പം എത്ര വരും? 3 × 3 9. പിന്നെ ഒരു കുത്തുണ്ട്, അതങ്ങ് ഇട്ട് കൊടുത്തേക്കണേ. അപ്പം ഇവിടെ ഒരു ശിഷ്ടം 1 ഉണ്ട്. ആ 1ഉം 5ഉം കൂടെ 15 എന്ന് വായിക്കുക. 3 × 5 15. കണ്ടോ? 3.5 ലിറ്റർ ആണ് നമുക്ക് ഈ ഒരു ഭാഗം നിറയ്ക്കാൻ വേണ്ടത്. അപ്പൊ ഇത് 3.5, ഇതും 3.5, ഇതും 3.5, ഇതും 3.5. അപ്പൊ ആകെ മൊത്തം എത്ര ലിറ്റർ വെള്ളം വേണം? ഇത്രയും വരെ 10 ആണേ. 10യുടെ കൂടെ ഒരു 3.5 കൂടെ ചേർത്താ പോരെ? 10ഉം 3ഉം 13. ഒരു അരയും കൂടെ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ചേർന്നാൽ 1. 13ഉം 1ഉം എത്രയാ? 14 ലിറ്റർ വെള്ളം വേണം. കണ്ടോ? നമുക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടി? 14 ലിറ്റർ ആണ് മൊത്തത്തിൽ നിറയ്ക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇത് ചെയ്യാൻ വേണ്ടി നമുക്ക് വേറൊരു മെത്തേഡ് ഉണ്ട്, അതും കൂടെ പറഞ്ഞു തരാം. നോക്കിക്കേ, ഒരു വാട്ടർ ടാങ്കിന്റെ മൊത്തം എത്ര? നമ്മൾ X എന്ന് എടുക്കുവാണ്. ടോട്ടൽ വോളിയം X ആണെങ്കിൽ അതിന്റെ 1/4 ഭാഗം 3/4 X നിറയാൻ എത്ര ലിറ്റർ വെള്ളം വേണം? 10 ലിറ്റർ വെള്ളം വേണം. കണ്ടോ? 1/4 ഭാഗം എന്ന് പറയുന്നത് 10 ലിറ്റർ വെള്ളം കൊണ്ട് നിറയുമല്ലോ. അപ്പൊ X ആണ് ടോട്ടൽ വോളിയം എങ്കിൽ Xന്റെ 1/4 ഭാഗം നിറയാൻ 10 ലിറ്റർ വെള്ളം വേണം. ഞാൻ എഴുതി. ഇനി Xന്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? 10.5 ഗുണം ഈ 4 മുകളിലേക്കും പോവും, ഈ 3 താഴേക്കും പോവും. അപ്പൊ × 4/3 ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ചെയ്യാലോ? 3 × 1 3, 3 × 3 9. കുത്തെടുത്തിടണം, മറക്കരുത്. ഇനി ഇവിടെ ഒരു ശിഷ്ടം 1, 1ഉം 5ഉം കൂടെ 15 എന്ന് വായിക്കുക. 3 × 5 15. ഹരിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇനി 3.5 × 4 ചെയ്താൽ മതി, ആൻസർ കിട്ടും. 3.5 × 4 എത്രയാണ്? 5 × 4 20. പോയിട്ട് ശിഷ്ടം 2. 4 × 3 12. 12ഉം 2ഉം 14. 140 എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, ഡെസിമലിന് ശേഷം ഒരു സംഖ്യ, ഉത്തരത്തിലും ഡെസിമലിന് ശേഷം ഒരു സംഖ്യ. അപ്പം എത്ര കിട്ടി? 14 എന്ന് കിട്ടി. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ദശാംശത്തിന് ശേഷം വെറും 0 മാത്രമേ ഉള്ളെങ്കിൽ ആ 0ത്തിന് വിലയില്ല കേട്ടോ. 0 എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഉത്തരം എത്ര കിട്ടി? 14 ലിറ്റർ എന്ന് കിട്ടി. ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൻസർ ഓപ്ഷൻ B ആണ്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കിക്കേ. നമ്മൾ ദശാംശ സംഖ്യകളെ വെട്ടിക്കുറയ്ക്കുന്ന ഒരു ചോദ്യമാണല്ലേ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഡെസിമൽസ്, ദശാംശ സംഖ്യകളുടെ ചാപ്റ്ററിനകത്ത് നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇങ്ങനെ കുറേ കുത്തൊക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, പല കുട്ടികളും പോയിട്ട് അത് അവസാനം കൊണ്ട് കല ഉടയ്ക്കും. എവിടെയെങ്കിലൊക്കെ കുത്തുകൂടിയും കുറഞ്ഞും ഒക്കെ പോകും. ചെയ്യാൻ ഏറ്റവും എളുപ്പം മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ സംഖ്യകൾ മാത്രം എടുത്തങ്ങ് എഴുതുക. ഏതായാലോ? 48, 56, 28, താഴെ 32, 21, 14. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? വെട്ടിച്ചെറുതാക്കാം. ചെയ്യാലോ? അപ്പൊ 14, 28 കൂടെ വെട്ടാം അല്ലെ. 14ന്റെ ഇരട്ടിയാണ് 28. 14 × 1 14 × 2. വീണ്ടും വെട്ടാലോ? 32ഉം 48ഉം കൂടെ വെട്ടാം. 8 × 4 32, 8 × 6 48.
ഇനിയും വെട്ടാലോ? 3 വെച്ച് വെട്ടിക്കോ. 3 ഗുണം 2 6, 3 ഗുണം 7 21. ഇനി വെട്ടാൻ പറ്റുമോ? വെട്ടാം. 2 ഗുണം 1 2, 2 ഗുണം 2 4. ഇനി വെട്ടാൻ പറ്റുമോ നോക്കിക്കേ. 7 56 വെട്ടാം അല്ലേ? 7 ഗുണം 1 7, 7 ഗുണം 8 56. ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. അതും എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. എല്ലാം വെട്ടിപ്പോയി. എന്തേ ബാക്കിയുള്ളൂ? ഒരു 8 മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്തു? 8 എന്ന് ഉത്തരം അങ്ങോട്ട് എഴുതി. ഫൈൻ. ഇനി നമ്മുടെ ചോദ്യത്തിനകത്ത് ദശാംശം കഴിഞ്ഞ് ദശാംശത്തിന് ശേഷം റൈറ്റിലേക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണുക. ഇവിടെ നോക്കിക്കേ. 1 2 3 4 5. മുകളിൽ എത്ര സംഖ്യ? 5 സംഖ്യ. ഞാൻ അപ്പം 5 എന്ന് എഴുതി ഒരു വട്ടം ഇട്ടു. മനസ്സിലായോ? മുകളിൽ 5 സംഖ്യ, ഞാൻ 5 എന്ന് എഴുതി ഒരു വട്ടം ഇട്ടു. താഴെ എണ്ണാലോ? ഡെസിമൽ കഴിഞ്ഞു. 1 2 3 4 5. താഴെ എത്ര സംഖ്യ? 5 സംഖ്യ. മുകളിലും 5 എണ്ണം, താഴെയും 5 എണ്ണം. മുകളിലത്തെ ദശാംശ സംഖ്യകളും താഴത്തെ ദശാംശ സംഖ്യകളും സെയിം ആണെങ്കിൽ രണ്ടും വെട്ടിപ്പോകും കേട്ടോ. നമ്മുടെ ഉത്തരത്തിൽ എന്ത് വരില്ല? ദശാംശം വരില്ല. കണ്ടോ? ഇവിടെ 5 കിട്ടി, ഇവിടെ 5 കിട്ടി, രണ്ടും വെട്ടിപ്പോയി. നമ്മുടെ ഉത്തരത്തിൽ എന്ത് വരില്ല? ദശാംശം വരത്തേയില്ല. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 8 എന്നാണ് കിട്ടിയത്. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു സംശയം വരും. എന്നുവെച്ചാൽ ഇവിടെ 4ഉം ഇവിടെ 5ഉം വന്നിരുന്നെങ്കിലോ? അങ്ങനെ വന്നാൽ എവിടെയാണോ കുറവ് ഉത്തരത്തിൽ അവിടെ ഒരു 0 ചേർക്കുക. എവിടെയാണോ കുറവ് ഉത്തരത്തിൽ അവിടെ ഒരു 0 ചേർക്കുക. അപ്പൊ ഇങ്ങനെയാണ് വന്നിരുന്നെങ്കിൽ എനിക്ക് ഉത്തരം ഇപ്പൊ എത്രയാ കിട്ടിയേ? 8 എന്നല്ലേ കിട്ടിയേ? എവിടെയാ കുറവ് വന്നേ? താഴെയാണ് കുറവ് വന്നേ. എത്ര കുറവുണ്ട്? ഇവിടെ 5, ഇവിടെ 4. 1 അല്ലേ കുറവ്? 4ന്റെ കൂടെ 1 കൂട്ടിയിരുന്നെങ്കിൽ 5 കിട്ടിയേനെ. എത്രയാണോ കുറവ് അത്രയും 0 ചേർക്കുക. 8/10 എന്ന് എഴുതാം. കണ്ടോ? 8/10 എന്ന് പറഞ്ഞാൽ എന്താ? 0.8 ആണ് അല്ലേ? നമ്മൾ മുകളിൽ ഒരു സംഖ്യ വിട്ട് കുത്തിരണം എന്നാ പഠിച്ചത്. അപ്പൊ 0.8 നിങ്ങൾക്ക് ഉത്തരം കിട്ടിയേനെ. ഇനി നേരെ തിരിച്ചാണെങ്കിലോ? ഇവിടെ 5 എന്നും കിട്ടി, ഇവിടെ 4 എന്നും കിട്ടി എന്ന് വിചാരിക്കുക. അപ്പൊ മുകളിലല്ലേ കുറവ് വന്നത്? ഓൾറെഡി എനിക്ക് ഉത്തരം 8 എന്ന് കിട്ടി. മുകളിലാണ് കുറവ്. എത്ര കുറവുണ്ട് ഇവിടെ? ഒരെണ്ണേ കുറവുള്ളൂ. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? മുകളിൽ ഒരു 0 ചേർത്ത് കൊടുക്കാം. കണ്ടോ? അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടിയേനെ? 80 എന്ന് കിട്ടിയേനെ. ക്ലിയർ ആയോ? അപ്പൊ എത്ര ദശാംശ സംഖ്യകൾ ഉണ്ടെന്ന് എഴുതുക. മുകളിലും താഴെ എഴുതുക. രണ്ട് സെയിം ആണെങ്കിൽ രണ്ടും അങ്ങ് വെട്ടിപ്പോവും. നമ്മുടെ ഉത്തരത്തിൽ എന്ത് വരില്ല? ദശാംശം വരില്ല. നേരെ മറിച്ച് എവിടെയെങ്കിലും കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എവിടെയാണോ കുറവ് അവിടെ 0 ചേർക്കണം. അത്രയേ ഉള്ളൂ. താഴെയാണ് കുറവെങ്കിൽ താഴെ ചേർക്കുക, മുകളിലാണ് കുറവെങ്കിൽ മുകളിൽ ചേർക്കുക. നമ്മുടെ ദശാംശ സംഖ്യകൾ എന്നുള്ള ക്ലാസ് കാണണം കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഡെസിമൽസ് ബൈ ജസ്റ്റ് ഈസി ലേണിംഗ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ കിട്ടും. ഫൈൻ. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 8. ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം. ഒരു ക്ലോക്കിന്റെ മിനിറ്റ് സൂചി 120 ഡിഗ്രി തിരിയുമ്പോൾ അതിന്റെ മണിക്കൂർ സൂചി തിരിയുന്ന കോണളവ് നോക്കിക്കേ. എന്ത് സൂചിയാണ് ഇവിടെ തിരിഞ്ഞത്? മിനിറ്റ് സൂചിയാണ് തിരിഞ്ഞത്. എത്ര ഡിഗ്രി തിരിഞ്ഞു? 120 ഡിഗ്രി തിരിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മണിക്കൂർ സൂചി എത്ര തിരിയും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, മിനിറ്റ് സൂചി എന്താ ചെയ്യുന്നേ? ഓരോ മിനിറ്റിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലോക്കിനകത്ത് നമുക്കറിയാം ചെറിയ സൂചിയുണ്ട്, വലിയ സൂചിയുണ്ട്. ഈ വലിയ സൂചി എന്ത് ചെയ്യും? ഓരോ മിനിറ്റിലും അനങ്ങി കറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലെ. ഒരു മണിക്കൂറിൽ 60 തവണയാണ് അത് കറങ്ങുന്നത്. അപ്പൊ കറങ്ങി ഫുള്ളായിട്ട് എത്ര ഡിഗ്രി ഉണ്ടാക്കും? 360 ഡിഗ്രിയാണ് ഉണ്ടാക്കുക. തുടങ്ങിയടുത്ത് തന്നെ വന്ന് അവസാനിക്കുമ്പം 360 ഡിഗ്രി അവിടെ ഉണ്ടാവുന്നുണ്ട്. ഇവിടെ എത്ര ഡിഗ്രിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ? 120 ഡിഗ്രിയെ ഉണ്ടാക്കിയിട്ടുള്ളൂ. ക്ലോക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ക്ലോക്കിനകത്ത് നമ്മൾ പഠിച്ചതാണ് ഓരോ 5 മിനിറ്റും 30 ഡിഗ്രി അല്ലേ. ഓരോ 5 മിനിറ്റും 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ 120 ഡിഗ്രി ആവണമെങ്കിൽ എത്ര മിനിറ്റ് സഞ്ചരിക്കണം? 5 മിനിറ്റ് സഞ്ചരിച്ചാൽ 30 ഡിഗ്രി ആയേ. അപ്പോൾ 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി, 120 ഡിഗ്രി. കണ്ടോ? 4 വന്ന് നിൽക്കുമ്പോഴാണ് 120 ഡിഗ്രി ആവുന്നത്. അതായത് 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, 20 മിനിറ്റ്. 20 മിനിറ്റ് സഞ്ചരിച്ചാൽ എത്രയാവും? 120 ഡിഗ്രി ആവും. ആര്? മിനിറ്റ് സൂചിയുടെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ മിനിറ്റ് സൂചി 20 മിനിറ്റ് കൊണ്ട് 120 ഡിഗ്രി സഞ്ചരിച്ചു. ഇനി നമ്മുടെ മണിക്കൂർ സൂചി 20 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി സഞ്ചരിക്കുമെന്ന് നോക്കിയാൽ മതി. ഉത്തരം കിട്ടി.
ക്ലിയർ ആയോ? 20 മിനിറ്റ് കൊണ്ടാണ് മിനിറ്റ് സൂചി 120 ഡിഗ്രി എത്തിയത്. നമുക്ക് എങ്ങനെ മനസ്സിലായേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഓരോ 5 മിനിറ്റും 30 ഡിഗ്രിക്ക് സമമാണ്. ഒരു 5 മിനിറ്റ് മിനിറ്റ് സൂചി അനങ്ങിയാൽ 30 ഡിഗ്രി ആവും. അടുത്ത 5 മിനിറ്റ് അനങ്ങുമ്പോൾ വീണ്ടും 30 ഡിഗ്രി ആവും. അതുപോലെ 20 മിനിറ്റ് എത്തിയാൽ മാത്രമേ എന്താവുള്ളൂ? 20 മിനിറ്റ്സ് കൊണ്ടാണ് അതിന് 120 ഡിഗ്രി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി ഉണ്ടാക്കും എന്ന് നോക്കിയാൽ പോരെ? 1 മിനിറ്റിൽ മണിക്കൂർ സൂചി എത്ര അനങ്ങും? 1/2 ഡിഗ്രി അനങ്ങുള്ളൂ കേട്ടോ. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി അനങ്ങത്തുള്ളൂ. 1 മിനിറ്റിൽ 1/2 ഡിഗ്രി ആണെങ്കിൽ 20 മിനിറ്റിൽ എത്ര അനങ്ങും? 1/2 ഗുണം 20 ചെയ്താൽ പോരെ? അപ്പൊ വെട്ടിക്കോ, 10 ഡിഗ്രി. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം എത്ര കിട്ടി? 10 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ 20 മിനിറ്റിൽ നമ്മുടെ മണിക്കൂർ സൂചി എത്ര ഡിഗ്രി മൂവ് ചെയ്യുന്നുണ്ട്? 10 ഡിഗ്രി മൂവ് ചെയ്യുന്നുണ്ട്. ആൻസർ ആയി. സിമ്പിൾ ആണ്. ആ ലോജിക്ക് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. 2 കാര്യം അറിഞ്ഞാൽ മതി. മിനിറ്റ് സൂചിയാണെങ്കിൽ 5 മിനിറ്റിൽ 30 ഡിഗ്രിയാണ് അനങ്ങുക. അതേസമയം നമ്മുടെ മണിക്കൂർ സൂചിയോ? മണിക്കൂർ സൂചി 5 മിനിറ്റ് കൊണ്ടല്ല, 1 മണിക്കൂർ കൊണ്ടാണ് ആ 30 ഡിഗ്രി കവർ ചെയ്യുന്നത്. 12 1 മണിക്കൂർ സൂചി വരണമെങ്കിൽ 12 മണിയിൽ നിന്നും 1 മണി ആവണമെങ്കിൽ 1 മണിക്കൂർ വേണ്ടേ? അപ്പോൾ 1 മണിക്കൂർ കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? 30 ഡിഗ്രി കവർ ചെയ്യത്തുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് 30 ഡിഗ്രി കവർ ചെയ്യുള്ളൂ. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് അത് എത്ര ഡിഗ്രി എത്തത്തുള്ളൂ? ആകെ 10 ഡിഗ്രി എത്തുള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഫൈൻ. തന്നെത്താനെ ഒന്ന് ചെയ്യണേ. കേൾക്കുമ്പോൾ വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ ചെയ്തു വരുമ്പോൾ നമ്മൾ എവിടെയെങ്കിലൊക്കെ പോയി സ്റ്റക്കാവും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സ്ക്വയർ റൂട്ട് ഓഫ് ഒരു വലിയ സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിന്റെ അകത്ത് കുറേ സ്ക്വയർ റൂട്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാലോ. സ്ക്വയർ റൂട്ട് ഓഫ് 1 എത്രയാ? 1 തന്നെയാണ് അല്ലേ? അപ്പൊ 1 + 8 1 + 8 എത്രയാണ്? 9 ആണ്. അപ്പൊ 9ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്ക്വയർ റൂട്ട് ഓഫ് 8 + 1 പകരം 3 എന്ന് എഴുതി കൊടുക്കാം. 13 3 എത്രയാ? 16. അപ്പൊ സ്ക്വയർ റൂട്ട് ഓഫ് 16 എന്ന് എഴുതാം. 16ന്റെ വർഗ്ഗമൂലം എത്രയാ? 4 ആണ് അല്ലേ? അപ്പൊ ദേ വർഗ്ഗമൂലം എടുത്ത് കളഞ്ഞു. 16ന്റെ വർഗ്ഗമൂലം നമുക്ക് 4 എന്ന് കിട്ടി. 21 4 എത്രയാ? 25. 21 4 25. 25ന്റെ വർഗ്ഗമൂലം എത്രയാണ്? 5 ആണ് അല്ലേ? അപ്പൊ 5 + 4 എന്ന് കിട്ടി. 5 4 9. 9ന്റെ വർഗ്ഗമൂലം 3. കണ്ടോ? വളരെ ഈസി ആയ ഒരു ചോദ്യമാണ്. ആ അറ്റത്തുനിന്ന് ചെയ്ത് അങ്ങ് വരണമെന്നേ ഉള്ളൂ. പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 8 സംഖ്യകളുടെ ശരാശരി 32. 8 സംഖ്യകളുടെ ശരാശരി എത്രയാ? 32 ആണ്. ഒരു സംഖ്യ ഒഴിവാക്കിയപ്പോൾ ശരാശരി 31. ഒരു സംഖ്യ ഒഴിവാക്കി, അപ്പൊ എത്ര എണ്ണേ ഉള്ളൂ? 7 എണ്ണേ ഉള്ളൂ. 7 എണ്ണത്തിന്റെ ശരാശരി എത്രയാ? 31. അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കിയ സംഖ്യ ഏത്? ഇതിന് രണ്ടിന്റെ വ്യത്യാസം കണ്ടാ പോരെ? 8 സംഖ്യകളുടെ ശരാശരി 32, 7 സംഖ്യകളുടെ ശരാശരി 31. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഴിവാക്കിയ സംഖ്യ കാണാൻ ഇവരുടെ വ്യത്യാസം കണ്ടാൽ മതി. വളരെ ഈസി ആയിട്ട് ആൻസർ കിട്ടും. ചെയ്യാലോ. 8 × 2 16, ശിഷ്ടം 1. 8 3 24, 1 25. ഇവിടെ എന്ത് വരും? 7 × 1 7, 7 3 21. കുറയ്ക്കാലോ. 6 ന്ന് 7 കുറച്ചാൽ 16 ന്ന് 7 കുറച്ചാൽ 9, 4 ന്ന് 1 പോയാൽ 3, 2 ന്ന് 2 പോയാൽ 0. നമുക്ക് ഉത്തരം എത്ര കിട്ടി? 39 എന്ന് കിട്ടി. ഇതിനെ നമുക്ക് മറ്റേ രീതിയിൽ വേണേലും എഴുതാം കേട്ടോ. 8 സംഖ്യകളുടെ ശരാശരിയായിട്ട് ഗുണിക്കുക, മൈനസ് ഒരു സംഖ്യ ഞാൻ കുറച്ചു, ഒരു സംഖ്യ ഞാൻ എടുത്ത് കളഞ്ഞു. അപ്പൊ എത്രയായി? 8 ന്ന് ഒരെണ്ണം പോയാൽ 7 എണ്ണേ പിന്നെ ബാക്കിയുള്ളൂ. അപ്പൊ ടോട്ടൽ സമ്മിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഹരിച്ചാൽ പുതിയ ശരാശരി കിട്ടും. പുതിയ ശരാശരി എത്രയാ? 31. ഈ 7നെ ഇങ്ങോട്ട് വിടുക, എക്സിനെ അപ്പുറത്തേക്ക് വിടുക, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. നമുക്ക് സോൾവ് ചെയ്താലും എന്താ ആൻസർ തന്നെ കിട്ടും? 39 തന്നെ കിട്ടും. ഇങ്ങനെ എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആൻസർ 39. അടുത്ത ചോദ്യം. 4a = 6b = 8c. അങ്ങനെയാണെങ്കിൽ a:b:c. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നേരത്തെ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷനകത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. അപ്പൊ എങ്ങനെയാ ചെയ്യാം? ഇതുപോലെ കോഎഫിഷ്യൻസ് ഉള്ള എയും ബിയും സിയും തന്നിട്ട് അവരുടെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ ഹൈഡിങ് മെത്തേഡാണ് നമ്മൾ ഏറ്റവും ഈസി ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുന്ന മെത്തേഡ് കേട്ടോ. അപ്പൊ എങ്ങനെയാ ഹൈഡിങ് മെത്തേഡ് ചെയ്യാം?
എയുടെ താഴെയുള്ള വാല്യൂ കാണാൻ എയെ പൊത്തിപ്പിടിക്കുക, ബാക്കിയുള്ളവരുടെ രണ്ടുപേരുടെ വാല്യൂസും ഗുണിച്ച് അങ്ങോട്ട് എഴുതുക. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ കാണാൻ എനെ പൊത്തിപ്പിടിക്കുക, ബിയുടെയും സിയുടെയും വാല്യൂസ് തമ്മിൽ ഗുണിച്ച് അങ്ങോട്ട് എഴുതാം. ചെയ്യാലോ? അപ്പൊ ഇതിനെ അങ്ങ് പൊത്തിപ്പിടിച്ചോ. ഇപ്പൊ എത്രയുണ്ട്? 6ഉം 8ഉം. 8 ഗുണം 6 48. അപ്പൊ ഞാൻ ദേ 48 എന്ന് എഴുതി. അല്ല വേണ്ട, 8 ഗുണം 6 തന്നെ എഴുതിക്കോ, നമുക്ക് വെട്ടാനുള്ള എളുപ്പത്തിനാണ്. ഈസ്റ്റു ബിയുടെ വാല്യൂ കാണാൻ ബീനെ പൊത്തിപ്പിടിച്ചോ, മറ്റേ രണ്ടുപേരെയും തമ്മിൽ ഗുണിക്കാം. 8 ഗുണം 4. 8 × 4 എന്ന് എഴുതി. അടുത്തത് സിയുടെ വാല്യൂ കാണാൻ സീനെ പൊത്തിപ്പിടിച്ചോ, മറ്റേ രണ്ട് വാല്യൂസ് എഴുതാലോ. 4 ഗുണം 6. ഇനി നമുക്ക് വെട്ടാനുള്ള എളുപ്പത്തിന് ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. 8നെ 4നെയും കൂടെ വെട്ടിക്കോ. 4 പോയി 4 പോയി. 4 ഗുണം 1 4, 4 ഗുണം 1 4, 4 ഗുണം 2 8. ഇനി നമുക്ക് പറ്റാലോ 2 വെച്ച്. 3 ഗുണം 2 6, 4 ഗുണം 2 8, 3 ഗുണം 2 6. ഇനി ഗുണിച്ചോ. 3ഉം 2ഉം 6. 3 × 2 6. ഇവിടെ നമുക്ക് 4 എന്ന് കിട്ടി, ഇവിടെ നമുക്ക് 3 എന്ന് കിട്ടി. സോ 6:4:3 ആണ് നമ്മുടെ ആൻസർ. ഗുണിച്ച് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെട്ടാനുള്ള എളുപ്പത്തിന് ഞാൻ ഇതുപോലെ ഡയറക്റ്റ് അങ്ങോട്ട് എഴുതിയെന്നേ ഉള്ളൂ. നിങ്ങളിപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള ആൻസർ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഉത്തരം 6:4:3. ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത ചോദ്യം. ഒരു കവാടത്തിൽ 4 മണികളുണ്ട്. അവ യഥാക്രമം 4 സെക്കൻഡ്, 6 സെക്കൻഡ്, 8 സെക്കൻഡ്, 10 സെക്കൻഡ് എന്നിങ്ങനെ ഇടവിട്ട് മുഴങ്ങുന്നു. അവയെല്ലാം കൂടി ഒന്നിച്ചു മുഴങ്ങിയതിന് ശേഷം 30 മിനിറ്റ് പൂർത്തിയാകുന്നതിനിടയിൽ എത്ര പ്രാവശ്യം ഒന്നിച്ചു മുഴങ്ങും എന്നാ ചോദിച്ചേക്കുന്നത്. 4 മണിയുണ്ട്. ഒരാൾ 4 സെക്കൻഡ് ആകുമ്പോൾ അടിക്കും, ഒരാൾ 6 സെക്കൻഡ്, ഒരാൾ 8 സെക്കൻഡ്, ഒരാൾ 10 സെക്കൻഡ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇവരുടെ ലസാഗു കാണുക. നമ്മൾ ഇതേപോലത്തെ ട്രാഫിക് ലൈറ്റിന്റെ ഒരു ചോദ്യം ചെയ്തിട്ടുണ്ട്. ട്രാഫിക് ലൈറ്റുകൾ ഓരോന്നും ഇത്ര സെക്കൻഡ് ഇടവിട്ട് കത്തും. ഇവിടെ എന്താ ട്രാഫിക് ലൈറ്റിന് പകരം ബെല്ലുകൾ തന്നിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതൊരു മുൻവർഷ ചോദ്യമാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ എന്താ ചെയ്യണ്ടേ? LCM കാണാം. ലസാഗു കണ്ടുപിടിച്ചോ. 2 വെച്ച് ചെയ്തു. 2 ഗുണം 2 4, 3 ഗുണം 2 6, 8 8നെ 2ആയിട്ട് ഹരിച്ചാൽ 4, 10നെ 2ആയിട്ട് ഹരിച്ചാൽ 5. നമ്മുടെ ലസാഗു കാണാൻ അറിയില്ലെങ്കിൽ മസ്റ്റായിട്ടും LCMന്റെ ക്ലാസ് പോയി കാണണം കേട്ടോ. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? 2ആയിട്ട് ഹരിക്കാം 1, 3, 4നെ 2ആയിട്ട് ഹരിച്ചാൽ 2, 5. ഇനി നമുക്ക് ഹരിക്കാനൊന്നുമില്ല. സോ എന്ത് ചെയ്യാം? എല്ലാം കൂടെ നേരെ അങ്ങോട്ട് ഗുണിച്ചു. 2ഉം 2ഉം 4, 4ഉം 3ഉം 12, 12 ഗുണം 5 ഗുണം 2 10, 12ഉം 10ഉം എത്രയാ? 120. അപ്പൊ നമ്മുടെ ലസാഗു എത്ര കിട്ടി? 120. 120 സെക്കൻഡുകളാകുമ്പോൾ ഇവര് ഒരുമിച്ച് അടിക്കും. ഓക്കെ, അപ്പൊ ഇവർ ഒരുമിച്ച് അടിക്കുന്ന സമയം എത്രയാണ്? 120 സെക്കൻഡ് ആണ്. കാരണം എന്താ? നമുക്ക് തന്നിരിക്കുന്ന എല്ലാം സെക്കൻഡിലായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഉത്തരവ് എന്തിലായിരിക്കും? സെക്കൻഡിലായിരിക്കും. ഇനി 60 സെക്കൻഡ് ആണ് 1 മിനിറ്റ്. അങ്ങനെയാണെങ്കിൽ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 2 മിനിറ്റ് അല്ലേ? 60 സെക്കൻഡ് ചേരുന്നതാണ് 1 മിനിറ്റ്. അപ്പൊ 120 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മിനിറ്റ്. ഓരോ 2 മിനിറ്റിലും ഇവരെന്ത് ചെയ്യും? ഒരുമിച്ച് അടിക്കാൻ തുടങ്ങും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 30 മിനിറ്റ് ആവുമ്പോൾ ഇവർ എത്ര തവണ അടിക്കും എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ ഓരോ 2 മിനിറ്റിലും അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ 30 മിനിറ്റ് ആവുമ്പോൾ എത്ര തവണ അടിക്കും? 30/2 15 തവണ അടിക്കും കേട്ടോ. നമ്മുടെ ഉത്തരം എത്ര വന്നു? 15. സമയം 30 മിനിറ്റ്. ഓരോ 2 മിനിറ്റിലും ഇത് അടിച്ചുകൊണ്ടിരിക്കുക. 2ലാകുമ്പോൾ 1 അടിക്കും, 4ആകുമ്പോൾ 1 അടിക്കും, 6ആകുമ്പോൾ 1 അടിക്കും. അങ്ങനെയാണെങ്കിൽ 30 മിനിറ്റ് ആകുമ്പോൾ എത്ര തവണ? 30/2 15 തവണയാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ആൻസർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 5 പുരുഷന്മാർ 3 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ഒരു ജോലി 4 സ്ത്രീകൾ 6 ദിവസം കൊണ്ടാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ജോലി അവർ ഒന്നിച്ച് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ഇച്ചിരി പാടുള്ള ചോദ്യമാണ് കേട്ടോ. കുറച്ച് കാൽക്കുലേഷൻ ഒക്കെ വരുന്ന ഒരു ക്വസ്റ്റ്യനാ. അപ്പൊ നോക്കിയാലോ. 5 പുരുഷന്മാർ, പുരുഷന്മാരെ ഞാൻ M എന്ന് വിളിക്കുവാണ്. മാൻ എന്നുള്ളതിന് M നമുക്ക് എഴുതാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് എഴുതിയെന്നേ ഉള്ളൂ. 5 പുരുഷന്മാർ എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. ഓക്കെ, ഇനി അതേ സമയത്ത് 4 സ്ത്രീകൾ, സ്ത്രീകളെ നമുക്ക് W, വുമൺ എന്നുള്ളതിന് W എന്ന് വിളിക്കാം. 4 സ്ത്രീകൾ എത്ര സമയം എടുക്കും എന്നാ പറഞ്ഞേക്കുന്നേ? 6 ദിവസം എടുക്കും. ഓക്കെ, 5 പുരുഷന്മാർക്ക് 3 ദിവസം വേണം,
4 സ്ത്രീകൾക്ക് 6 ദിവസം വേണം. അപ്പൊ നമ്മൾ ഓൾറെഡി M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അതായത് M1 ആളുകൾ D1 ദിവസം കൊണ്ട് ചെയ്യുന്ന അതേ ജോലിയാണ് M2 ആളുകൾ D2 ദിവസം കൊണ്ട് ചെയ്യുന്നത്, നമുക്കറിയാം. ഓക്കെ, അപ്പൊ M1 എന്ന് പറയുന്നത് 5 പുരുഷന്മാരാണ് ആദ്യം ചെയ്യുന്നത് അല്ലെ. 5 പുരുഷന്മാർ എത്ര ദിവസം എടുക്കും? 3 ദിവസം എടുക്കും. അതേ ജോലി 4 സ്ത്രീകൾ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 6 ദിവസം കൊണ്ട് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പേഴ്സ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആൻസർ ഒക്കെ കിട്ടും അല്ലെ. 5 3 15, 15 പുരുഷന്മാർ 6 4 24, 24 സ്ത്രീകൾക്ക് തുല്യമാണെന്ന് കിട്ടി. 15 പുരുഷന്മാർ 24 സ്ത്രീകൾക്ക് തുല്യമാണ്. നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇവർ ഒരുമിച്ച് ജോലി ചെയ്താൽ, അതായത് 5 പുരുഷന്മാരും 4 സ്ത്രീകളും കൂടെ എത്ര ദിവസം കൊണ്ട് ഈ ജോലി തീർക്കും എന്നാ ചോദിച്ചേക്കുന്നത്. 3 വെച്ച് വെട്ടാ അല്ലെ. 3 ഗുണം 5 15, 3 ഗുണം 8 24. 5 പുരുഷന്മാർ 8 സ്ത്രീകൾക്ക് സമമാണെന്ന് കിട്ടി. 5 പുരുഷന്മാർ 8 സ്ത്രീകൾക്ക് സമമാണ്. നമുക്ക് എഫിഷ്യൻസി വെച്ച് ചെയ്യാം, അല്ലാതെയൊക്കെ സോൾവ് ചെയ്യാം. അല്ലാതെ ചെയ്താൽ കുറച്ചും കൂടെ ലെങ്തി ആവും. അപ്പൊ നമ്മൾ ഇവിടെ എഫിഷ്യൻസി വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാന്നല്ലേ? 5M 8W തുല്യമാണെങ്കിൽ M/W എന്ന് പറയുന്നത് 8/5 തുല്യമല്ലേ. ഈ 5 അങ്ങോട്ട് വിട്ടു, W ഇപ്പുറത്തോട്ട് വിട്ടു, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം M/W എന്ന് പറയുന്നത് 8/5 തുല്യമാണ്. ഇവരുടെ നേരെ കിടക്കുന്ന വാല്യൂ ഇവരുടെ കാര്യക്ഷമത, എഫിഷ്യൻസി ആയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പം M എന്ന് പറയുന്നത് 8 തുല്യമാണ്, W എന്ന് പറയുന്നത് 5 തുല്യമാണ്. ഇനി എവിടെയൊക്കെ M ഉം W ഉണ്ടോ അവിടെയൊക്കെ ഈ വാല്യൂ അങ്ങ് ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഇവിടെ M ഉണ്ട്, ഇവിടെ W ഉണ്ട്. ഇതിൽ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ എഫിഷ്യൻസി കിട്ടും അല്ലേ. അപ്പൊ 5 ഇൻറ്റു എമ്മിന്റെ വാല്യൂ എത്രയാ? 8 പ്ലസ് 4 ഇൻറ്റു ഡബ്ല്യുവിന്റെ വാല്യൂ എത്രയാ? 5. അപ്പൊ 8 5 40, 5 4 20, 40 20 എത്ര കിട്ടി? 60 എന്ന് കിട്ടി. 60 എന്താ? നമ്മൾ അവരെടുക്കുന്ന ദിവസമല്ല നമുക്ക് കിട്ടിയത്. 60 എന്ന് പറയുന്ന അവരുടെ ടോട്ടൽ കാര്യക്ഷമതയാണ് കേട്ടോ, അവരുടെ ടോട്ടൽ എഫിഷ്യൻസിയാണ് നമുക്ക് കിട്ടിയത്. 5 പുരുഷന്മാരുടെയും 4 സ്ത്രീകളുടെയും കൂടെ ടോട്ടൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 ആണ്. അതായത് ഒരു ദിവസത്തിൽ അവർ 60 യൂണിറ്റ് ജോലി ചെയ്യും. ഒരു ദിവസത്തിൽ 60 യൂണിറ്റ് ജോലി ചെയ്യും. അങ്ങനെയാണെങ്കിൽ മൊത്തം എത്ര ജോലി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ടോട്ടൽ വർക്കിനെ ഈ 60 ഹരിച്ചാൽ നമുക്ക് എത്ര ദിവസം കൊണ്ടാണ് അവർ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാം? ടോട്ടൽ വർക്കിനെ അവരുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എത്ര ദിവസം കൊണ്ടാണ് അവർ ആ ജോലി ചെയ്യുന്നതെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ടോട്ടൽ വർക്ക് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇതേ M1 ഇൻറ്റു D1 അല്ലെങ്കിൽ M2 ഇൻറ്റു D2, ഇത് എന്താ? വർക്കാണ് അല്ലെ, ടോട്ടൽ വർക്കാണ്. അപ്പൊ ഏതെങ്കിലും ഒരു വാല്യൂ കണ്ടുപിടിച്ചാൽ മതി, ടോട്ടൽ വർക്ക് കിട്ടും. അപ്പൊ അതെ M1 ഇൻറ്റു D1 M2 ഇൻറ്റു D2 ഇതിനകത്തോട്ട് അങ്ങ് ഇട്ട് കൊടുത്തോ. 4W ഇൻറ്റു 6 ആണ് നമ്മുടെ ടോട്ടൽ വർക്ക്. ഡബ്ല്യുവിന്റെ വാല്യൂ ഇവിടെ എത്രയാന്നാ പറഞ്ഞേ? 5. അപ്പൊ ഡബ്ല്യുവിന് 5 എന്ന് ഇട്ട് കൊടുക്കുക. 5 ഗുണം 4 20, 20 ഗുണം 6 120. കണ്ടോ? അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് എത്രയാ? 120. ആകെ എൻ്റെ കയ്യിൽ 120 യൂണിറ്റ് ജോലിയുണ്ട്. 120 കളിപ്പാട്ടങ്ങളാണ് ആകെ ഉണ്ടാക്കേണ്ടത്. 60 കളിപ്പാട്ടം അവര് ഒരു ദിവസം കൊണ്ട് 60 കളിപ്പാട്ടം ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് 120 എണ്ണം ഉണ്ടാക്കും? 2 ദിവസം പോരെ? 120 ആണ് ടോട്ടൽ വർക്ക്. അവർ ഒരു ദിവസം എത്ര യൂണിറ്റ് ചെയ്യും? 60 യൂണിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വേണം? 2 ദിവസം വേണം. നമുക്ക് ഉത്തരം എത്ര കിട്ടി? 2 എന്ന് കിട്ടി. ശരി, വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പൊ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? ഒരു പുരുഷൻ എത്ര സ്ത്രീക്ക് സമമാണെന്ന് കണ്ടുപിടിക്കാം. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ റേഷ്യോ പോലെ എഴുതുക. അപ്പോൾ അത് എഫിഷ്യൻസിക്ക് തുല്യമായിട്ട് അങ്ങ് എടുക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഇക്വേഷൻ, വർക്കിന്റെ ഇക്വേഷനകത്ത് പോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇതിൽ ചെയ്താലും ഇതേ ഉത്തരം തന്നെ കിട്ടും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ വർക്ക് കിട്ടും. ആകെ മൊത്തം എത്ര ജോലി അവിടെ ഉണ്ട്. ഇതും വർക്കാണ്, ഇതും വർക്കാണ്, ഏതിലിട്ട് കൊടുത്താലും മതി. ടോട്ടൽ വർക്ക് കിട്ടിയാൽ
നമ്മളോടിപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നേരിട്ട് ചോദിച്ചിരുന്നത് ഇപ്പം ഇത്ര പുരുഷന്മാർ തന്നെ ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാ ചോദിച്ചിരുന്നെങ്കിൽ വളരെ ഈസി ആയിട്ട് ഈ 120നെ പോയിട്ട് നമുക്ക് പുരുഷന്മാരുടെ എഫിഷ്യൻസിയുമായിട്ട് ഹരിക്കാമായിരുന്നു. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നേ. ഇവർ ഒരുമിച്ച് ചേർന്ന് ചെയ്യാൻ എടുക്കുന്ന സമയം 5 പുരുഷന്മാരും വരുന്നുണ്ട്, അവിടെ 4 സ്ത്രീകളും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരുടെയും കൂടെ എഫിഷ്യൻസി കണ്ടുപിടിച്ച് കൂട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ കൂട്ടി 60 എന്ന് കിട്ടി. അപ്പൊ 60 അവരുടെ ഒരു ദിവസത്തെ എഫിഷ്യൻസി. അതായത് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ദിവസം അവർ എന്തുമാത്രം യൂണിറ്റ് ജോലി ചെയ്യും. ആകെ 120 യൂണിറ്റ് ഉണ്ട്, അതിൽ 60 യൂണിറ്റ് ഒരു ദിവസം കൊണ്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ആ ജോലി തീർക്കാം. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ എത്ര കിട്ടി, 2 ദിവസം എന്ന് കിട്ടി. ഈ ചോദ്യം മിനിമം 2 തവണ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മൾ പോയി സ്റ്റക്കാവും, കുളമാവുകയും ചെയ്യും. ഫൈൻ, ഇച്ചിരി കുഴപ്പിച്ച ചോദ്യമാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും ടൈം കില്ലിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്നും ബി എന്ന സ്ഥലത്തേക്കുള്ള ദൂരം 5 കിലോമീറ്റർ ആണ്. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം എത്രയാണ്, 5 കിലോമീറ്റർ. നമുക്കിവിടെ എന്ത് കിട്ടി, ദൂരം കിട്ടി. ഇനി 5 കിലോമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. എയിൽ നിന്നും ഒരു കാറും ഒരു സ്കൂട്ടറും ഒരേ സമയം ബിയിലേക്ക് യാത്ര തിരിച്ചു. അപ്പൊ എയിൽ നിന്ന് ആരൊക്കെ പോകുന്നുണ്ട്, ഒരു കാറും പോകുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സ്കൂട്ടറും പോകുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത് ബിയിലേക്ക്. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗതയിലാണ് കാറ് യാത്ര ചെയ്യുന്നത്. അതായത് സ്കൂട്ടർ 1 യൂണിറ്റ് സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ കാറ് അതിന്റെ നേരെ ഇരട്ടി, 2 ഇരട്ടി സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് 1 ആണെങ്കിൽ ഇത് 2 ആയിരിക്കും. നമുക്ക് അവിടെ സ്പീഡ് എങ്ങനെ എഴുതാം, 2:1 എന്നുള്ളൊരു റേഷ്യോയിൽ എഴുതാം. സ്കൂട്ടറിന്റെ സ്പീഡിന്റെ ഇരട്ടി വേഗത്തിലാണ് കാർ യാത്ര ചെയ്തത്. കാർ ഇടയ്ക്ക് പെട്രോൾ അടിക്കാൻ കയറിയതിനാൽ 3 മിനിറ്റ് യാത്ര ചെയ്തില്ല. അപ്പൊ കാർ ഇടയ്ക്ക് വെച്ച് എന്ത് ചെയ്തു, 3 മിനിറ്റ് യാത്ര ചെയ്തില്ല, സ്റ്റക്കായിട്ട് അങ്ങ് നിന്ന് കേട്ടോ. 3 മിനിറ്റ് ആണ് ഇവരുടെ ഇടയിൽ വന്ന ടൈം ലാപ്സ് എന്ന് പറയുന്നത്. രണ്ടുപേരുടെയും ഇടയിലുള്ള സമയ വ്യത്യാസം 3 മിനിറ്റ് ആണ്. അതിനുശേഷം യാത്ര തുടർന്നു. കാറും സ്കൂട്ടറും ഒരുമിച്ചാണ് ബിയിൽ എത്തിച്ചേർന്നത്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ വേഗത ഇപ്പൊ നോക്കിക്കേ, കാറും സ്കൂട്ടറും ഒരുമിച്ചിറങ്ങി. അപ്പൊ കാറ് 20 km/h വേഗതയിലാണ് പോകുന്നതെങ്കിൽ സ്കൂട്ടർ 10 km/h വേഗതയിലേ പോവുള്ളൂ. അപ്പൊ അവർ തമ്മിലുള്ള സ്പീഡിന്റെ വ്യത്യാസം എത്രയാണ്, 2:1. ഇയാളുടെ നേരെ ഇരട്ടിയാണ് മറ്റേ ആള് സ്പീഡിലാണ് യാത്ര ചെയ്യുന്നത്. 3 മിനിറ്റ് നേരം നമ്മുടെ കാർ യാത്ര ചെയ്തില്ല. അതായത് കാറിന്റെയും നമ്മുടെ സ്കൂട്ടറിന്റെയും ഇടയ്ക്ക് വന്ന ടൈം ലാപ്സ്, സമയ വ്യത്യാസം എന്ന് പറയുന്നത് എത്രയാണ്, 3 മിനിറ്റ് ആണ്. കണ്ടോ, സമയ വ്യത്യാസം 3 മിനിറ്റ് ആണ്. നമുക്ക് കിലോമീറ്റർ അറിയാം, 5 കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവരുടെ സ്പീഡ് കണ്ടുപിടിച്ചൂടെ. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്റ്റൻസിനെ സമയവുമായിട്ട് ഹരിച്ചാൽ എന്ത് കിട്ടും, സ്പീഡ് കിട്ടും. അപ്പൊ നോക്കിക്കോ, ഡിസ്റ്റൻസ് ഇവിടെ 5 കിലോമീറ്റർ ആണ് യാത്ര ചെയ്തത്, ഡിവൈഡഡ് ബൈ ടൈം ഇവിടെ എത്രയാ, 3 മിനിറ്റ്. 3 മിനിറ്റിനെ ഞാൻ എന്താക്കണം, കിലോമീറ്ററിലായതുകൊണ്ട് തന്നെ മണിക്കൂറിലേക്ക് ആക്കി മാറ്റണം. 3 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 3/60 മണിക്കൂറിന് തുല്യമാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മിനിറ്റ് എന്ന് പറയുന്നത് ചെറിയ യൂണിറ്റാ, മണിക്കൂർ എന്ന് പറയുന്നത് വലിയ യൂണിറ്റാ. ചെറുതിനെ വലുതിലേക്ക് മാറ്റണമെങ്കിൽ ഹരിക്കണം. എത്രയായിട്ട് ഹരിക്കണം, 60 മിനിറ്റ് ചേരുന്നതാണ് ഒരു മണിക്കൂർ. അപ്പൊ 60 ഹരിക്കുക. സോ 3/60 അവർ എന്ന് കിട്ടി. ഇത് സോൾവ് ചെയ്യാലോ. 5 ഗുണം ഹരണം മാറ്റി ഗുണനമാക്കിയാൽ താഴെ തന്ന ഫ്രാക്ഷനെ നേരെ തലതിരിച്ച് എഴുതുക. സോ നമുക്ക് എന്ത് കിട്ടി, 5 ഗുണം 60/3 എന്ന് കിട്ടി. സോൾവ് ചെയ്യാലോ. 3 ഗുണം 1 3, 3 ഗുണം 20 60 എന്ന് കിട്ടി. സോ എന്ത് രണ്ടോട് മൾട്ടിപ്ലൈ ചെയ്തോ, 5 ഗുണം 2 10, ഒരു 0 കൂടെ ഉണ്ട്. അപ്പൊ 100 km/h ആണ് എന്ത്, നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, 100 km/h ആണ് വേഗത. നമുക്ക് ഉത്തരം കിട്ടി. ആൻസർ ഇവിടെ എത്രയാണ്, 100 km/h ആണ്. സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കാം, ടീച്ചറെ ഈ 100 km/h എന്ന് പറയുന്നത് സ്കൂട്ടറിന്റെ സ്പീഡ് ആയിക്കൂടെ. നോക്കിക്കേ, സ്കൂട്ടറിന്റെ സ്പീഡ് എത്രയാ, 1 ആണ്. അപ്പൊ കാറിന്റെ സ്പീഡ് എത്രയാ, 2 ആണ്. എത്രയാണോ സ്കൂട്ടറിന്റെ സ്പീഡ് കിട്ടുന്നത് അതിന്റെ നേരെ ഇരട്ടിയായിരിക്കും എന്ത്, കാറിന്റെ സ്പീഡ്. ശരിയല്ലേ. അപ്പൊ നമുക്ക് സ്കൂട്ടറിന്റെ സ്പീഡാണ് 100 km/h എന്ന് കിട്ടിയതെങ്കിൽ കാറിന്റെ എത്രയായിരിക്കണം, ഇതിന്റെ ഇരട്ടി
200 km/h ആയിരിക്കണം. കാറിന് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടോ നമ്മുടെ ഓപ്ഷൻസിനകത്ത്? ഇല്ല. 200 km/h എന്നൊരു ഓപ്ഷനേ തന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഇത് എന്തിന്റെ സ്പീഡാണ്? കാറിന്റെ സ്പീഡാണ്. അപ്പൊ കാറ് 100 km/h വേഗതയിലാണ് സഞ്ചരിച്ചതെങ്കിൽ സ്കൂട്ടറിന്റെ വേഗത എത്രയാ? അതിന്റെ നേരെ പകുതി എടുത്താൽ മതി, 50 km/h കേട്ടോ. അപ്പൊ നമ്മളോട് ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന കാറിന്റെ കാണാനാണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 100 km/h. ഡയറക്റ്റ് ആയിട്ട് ഡിസ്റ്റൻസ് ബൈ ടൈം ഇട്ട് അങ്ങ് ചെയ്താൽ മതി. അപ്പൊ ടൈം നമുക്ക് തന്നിട്ടില്ല, പകരം എന്താ തന്നിട്ടില്ല? രണ്ടുപേരുടെ ഇടയ്ക്കുള്ള സമയത്തിൽ വന്ന വ്യത്യാസമാണ് നമുക്ക് തന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, മിസ്സിംഗ് നമ്പേഴ്സ് കാണാനാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. ഇപ്പൊ 20 40 ആയി, 40 കുറഞ്ഞ് 22 ആയി, 22 കൂടി 38 ആയി, വീണ്ടും കുറഞ്ഞു. അപ്പൊ ഇങ്ങനെ കൂടിയും കുറഞ്ഞും വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓൾട്ടർനേറ്റ് ശ്രേണികൾ പൊടിച്ച് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. ഓൾട്ടർനേറ്റ് ശ്രേണികൾ എന്ന് പറഞ്ഞാൽ ഒന്നിടവിട്ടിട്ടുള്ള ശ്രേണികൾ. അപ്പൊ നോക്കിക്കേ, 20 22 ആയി, എത്ര കൂടി? 2 കൂടിയേ. 22 26 ആയി, എത്ര കൂടി? 4 കൂടി. അങ്ങനെയാണെങ്കിൽ അടുത്ത എത്ര വരണം? 26ന്റെ കൂടെ 6 കൂടണം അല്ലെ. 2 4 6, 26 6 32. അപ്പൊ 32 എന്ന് കിട്ടി. അതുപോലെ തന്നെ നോക്കാലോ, 40ന്ന് 2 കുറച്ചാൽ 38, 38ന്ന് 4 കുറച്ചാൽ 34, വീണ്ടും 6 കുറയ്ക്കണം. 34ന്ന് 6 കുറച്ചാൽ എത്രയാ വരിക? 28 എന്നാണ് വരിക. അപ്പൊ നമ്മുടെ ഉത്തരം എത്രയാണ്? 32ഉം 28ഉം. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത് അല്ലെ, 32ഉം 28ഉം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു നിശ്ചിത തുകയ്ക്ക് 5% നിരക്കിൽ 2 വർഷത്തേക്ക് ലഭിക്കുന്ന സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം 1000 രൂപയാണ്. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെയും സിമ്പിൾ ഇൻട്രസ്റ്റിന്റെയും വ്യത്യാസം തന്നിട്ടുണ്ട്, 1000 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ തുക എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ 2 വർഷത്തേക്കാണെങ്കിൽ സാധാരണ പലിശയും കൂട്ടുപലിശയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? P/R/100² ആണ് കേട്ടോ. 2 വർഷത്തേക്കുള്ള വ്യത്യാസവും പഠിച്ചു വെക്കുക, 3 വർഷത്തേക്കുള്ള വ്യത്യാസവും പഠിച്ചു വെക്കുക. അപ്പൊ P/R/100² ചെയ്താൽ എന്ത് കിട്ടും? 2 വർഷത്തെ വ്യത്യാസം കിട്ടും. അപ്പൊ 1000 രൂപയാണ് നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ എന്താ തന്നേക്കുന്നേ? പലിശ നിരക്ക് തന്നിട്ടുണ്ട്, 5% ആണ്. അപ്പൊ ആറിന്റെ വാല്യൂ എന്തിട്ട് കൊടുക്കുക? 5 എന്നിട്ട് കൊടുക്കുക. സോൾവ് ചെയ്യാലോ. പിയുടെ വാല്യൂ കാണാൻ അങ്ങോട്ട് വിട്ടോ. 1000 ഇൻറ്റു 100ന്റെ സ്ക്വയർ എത്രയാ? 1 2 3 4, 4 0 ഇട്ട് കൊടുക്കുക. മുകളിൽ 5, 5ന്റെ വർഗം 25. കണ്ടോ? വെട്ടാലോ. 25 ഗുണം 1 25, 25 ഗുണം 4 ആണ് 100. 2 0 ഉണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി എല്ലാ 0യും കൂടെ എടുത്ത് എഴുതാലോ. ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. 1 2 3 4 5. അപ്പൊ നമുക്ക് ഉത്തരം എത്ര വന്നു? 4 ലക്ഷം രൂപ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ നിക്ഷേപിച്ച തുക എത്രയാണ്? 4 ലക്ഷം രൂപ. ആൻസർ ഓപ്ഷൻ ബി ആണ്, 4 ലക്ഷം. അടുത്ത ചോദ്യം, സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചെയ്യാലോ. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, എക്സ് എന്ന് വിളിച്ചു, 4 മടങ്ങ് എന്ന് പറയുമ്പോൾ 4x ആണ്. ഒരു സംഖ്യയുടെ 4 മടങ്ങ് ആ സംഖ്യയേക്കാൾ 2 കുറവായ, ഞാൻ ഏതാ എടുത്തേ? എക്സ് എന്നല്ലേ എടുത്തേ. അതിനേക്കാൾ 2 കുറവായ, x - 2 എന്നെടുത്തു. അതിനേക്കാൾ 2 കുറവായ സംഖ്യയുടെ 5 മടങ്ങിനേക്കാൾ, ആ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുമ്പോൾ 5x എന്ന് എഴുതുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഇട്ടിട്ട് 5 എന്നങ്ങ് എഴുതി കൊടുത്തു. അപ്പൊ നോക്കിക്കേ, ഒരു സംഖ്യയുടെ 4 മടങ്ങ് ഞാൻ എഴുതി വെച്ചു 4x. അതേ സംഖ്യയിൽ നിന്നും 2 കുറച്ച് കിട്ടുന്നതിൻ്റെ 5 മടങ്ങിനോട് 1 കൂടുതലാണ്, 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എന്നാണ് പറഞ്ഞേക്കുന്നേ. കണ്ടോ? 5 മടങ്ങിനേക്കാൾ 1 കൂടുതലാണ് എങ്കിൽ ആദ്യത്തെ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നേ. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റുക? അപ്പൊ നോക്കിക്കേ, 4x എന്ന് പറയുന്നത് 5 × x - 2 + 1 തുല്യമാണ്. സോൾവ് ചെയ്യാലോ. 4x = 5 × x 5x മൈനസ് 5 × 2 10 -10ഉം +1ഉം എത്രയാണ്?
ഒരാൾ നെഗറ്റീവും ഒരാൾ പോസിറ്റീവും വന്നാൽ കുറയ്ക്കണം. 10 ന്ന് 1 കുറച്ചോ 9 എന്ന് കിട്ടി. 5x പ്ലസ് വരുമോ മൈനസ് വരുമോ? വലിയ സംഖ്യ ഏതോ അതിൻ്റെ സൈൻ വേണം ഇടാൻ. അപ്പോൾ ഇവിടെ മൈനസ് വരും. അപ്പോൾ 4x എന്ന് പറയുന്നത് 5x മൈനസ് 9 തുല്യമാണ്. ഈ 9 ഇങ്ങോട്ട് വിട്ടോ, -9 ഇപ്പുറത്ത് വരുമ്പം +9 ആവും. 5x ഈ 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്താവും? -4x എന്നാവും. അപ്പം എക്സിൻ്റെ വില എത്ര കിട്ടി? 9 എന്ന് കിട്ടി. കണ്ടോ? അപ്പം നമുക്ക് എക്സിൻ്റെ വാല്യൂ 9 എന്നാണ് കിട്ടിയത്. ഓപ്ഷൻ നോക്കാം. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു കച്ചവടക്കാരൻ 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ 20% കൂട്ടി പരസ്യവില ഇട്ട ശേഷം 10% ഡിസ്കൗണ്ടിൽ വിൽക്കുന്നു എങ്കിൽ ലാഭശതമാനം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ മുന്നേ ശതമാനം പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2% തന്നിട്ട് നമ്മളോട് പെർസെൻറ്റേജ് ഇൻക്രീസ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ഡിക്രീസ് ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. +or-x +or-y +or-xy/100. ഓക്കെ, അപ്പൊ ശതമാനത്തിൽ വരുന്ന വ്യത്യാസമാണ് ചോദിക്കുന്നത്. 2% തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പൊ നമ്മളോട് ഈ ചോദ്യത്തിൽ നോക്കിക്കേ, 1500 രൂപയ്ക്ക് വാങ്ങിയ ഫാൻ അവിടെ തന്നിട്ടുണ്ട്, അവിടെ നിന്നോട്ടെ. 20% കൂട്ടി, പരസ്യവില 20% കൂട്ടി, എന്നിട്ട് 10% കുറച്ചു. 2% നമുക്ക് തന്നിട്ടുണ്ട്, 20% ആദ്യം കൂട്ടി, എന്നിട്ട് എന്ത് ചെയ്തു? 10% കുറച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാഭശതമാനമാണ് ചോദിച്ചേക്കുന്നത്. നമ്മളോട് ഇൻഎഫക്റ്റും ചോദിച്ചേക്കുന്നത് എന്താ? ലാഭശതമാനം. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് അല്ലേ? നഷ്ടം എന്ന് പറഞ്ഞാൽ ഡിക്രീസ്. അപ്പൊ ഇതുപോലെ 2% തന്നിട്ട് ഉത്തരം ചോദിച്ചിരിക്കുന്ന ശതമാനത്തിനെ പറ്റിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ അങ്ങ് ഉപയോഗിക്കാം. എക്സിന്റെ വില ആദ്യത്തെ ശതമാനം, വൈയുടെ വില രണ്ടാമത്തെ ശതമാനം. ഇനി പ്ലസ് ആണോ മൈനസ് ആണോ ഇടണ്ടേന്ന് തീരുമാനിക്കുന്നത്. കൂട്ടി എന്നാണ് പറയുന്നതെങ്കിൽ പ്ലസ് ഇടണം, കുറച്ചു എന്നാണ് പറയുന്നതെങ്കിൽ മൈനസ് ഇടണം. ഓക്കെ, അപ്പൊ നോക്കിയാൽ 20% കൂട്ടി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? +20 എന്ന് എഴുതി. 10% കുറച്ചു, -10 എന്ന് എഴുതി. ഒരാൾ പ്ലസും ഒരാൾ മൈനസും ആണെങ്കിൽ XY എന്തായിരിക്കും? മൈനസ് ആയിരിക്കും കേട്ടോ. കാരണം എന്താ? X ഇവിടെ +20, Y ഇവിടെ -10. അപ്പം പ്ലസും മൈനസും കൂടെ ഗുണിച്ചാൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. 20 × 10 /100 ചെയ്യാലോ. 20 ന്ന് 10 കുറച്ചാൽ 10 മൈനസ് 20 × 100. ഈ 2 സീറോയും ഈ 2 സീറോയും എന്തായി? വെട്ടിപ്പോയി. 10 ന്ന് 2 കുറച്ചാൽ 8% നമ്മുടെ ഉത്തരം. കണ്ടോ? ഇവിടെ ആൻസർ എത്ര വന്നു? 8%. വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടുപിടിക്കാം. ഇവിടെ ആൻസർ നോക്കിക്കേ, ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഇതേ ചോദ്യം നിങ്ങളോട് 1% കൂട്ടിയിട്ട് 1% കുറച്ചു എന്നാ പറയുന്നതെങ്കിലോ, ഒരു കച്ചവടക്കാരൻ 1%, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ 10% വില കൂട്ടിയിട്ടു, എന്നിട്ട് 10% ഡിസ്കൗണ്ട് കൊടുത്തു, അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇതേ ഇക്വേഷനിൽ ഇട്ടാലും ആൻസർ കിട്ടും. അല്ലെങ്കിൽ -x²/100 ആയിരിക്കും നമ്മുടെ ഉത്തരം കേട്ടോ. -x²/100. 1% കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതെങ്കിൽ x²/100 ചെയ്താൽ മതി, ഉത്തരം കിട്ടും. മൈനസ് വരാനുള്ള കാരണം 1% കൂട്ടിയിട്ട് കുറയ്ക്കുകയോ കുറച്ചിട്ട് കൂട്ടുകയോ ചെയ്താലും എപ്പോഴും എന്തേ വരുള്ളൂ? നഷ്ടമേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ മൈനസ് വരുന്നത്. ഓക്കെ, ഈ ഇക്വേഷനും ഉപയോഗിക്കാം, മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ യൂസ് ചെയ്തത് മറ്റേ ഇക്വേഷനാണ്. രണ്ടും 2 വാല്യൂ അല്ലേ തന്നിരുന്നേ. ഒരേ വാല്യൂ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാം. അടുത്ത ചോദ്യം. 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി വളച്ചുണ്ടാക്കാവുന്ന ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ്. ചതുർഭുജത്തിന്റെ ഏറ്റവും കൂടിയ പരപ്പളവ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ചതുർഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു 4 സൈഡഡ് ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലേ ചതുർഭുജം. അപ്പൊ നോക്കിക്കേ, 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി, നമ്മുടെ കയ്യിൽ ആകെ 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി ഉണ്ട്. ആ സെയിം കമ്പി ഉപയോഗിച്ച് ഞാനൊരു ചതുർഭുജം, ഒരു 4 സൈഡഡ് ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചേക്കുന്നത് അതിന്റെ മാക്സിമം വരാവുന്ന പരപ്പളവ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. പരപ്പളവ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കുക. അപ്പൊ 1 മീറ്റർ കമ്പി കൊണ്ട് ഞാൻ വളച്ചിട്ട് ഒരു ചതുർഭുജം ഉണ്ടാക്കി. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ് ഒരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പൊ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിന്റെ 4 വശവും എന്തായിരിക്കും?
തുല്യമായിരിക്കും അല്ലേ. അപ്പൊ 4 വശവും തുല്യമാണ്. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം തന്നിരിക്കുന്ന സെന്റിമീറ്റർ സ്ക്വയറിലാണ്. സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് സൈഡുകളും സെന്റിമീറ്ററിലായിരിക്കണം. അപ്പോൾ 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററിന് തുല്യമാണ്. ചുറ്റളവ് കണ്ടുപിടിക്കണം. ചുറ്റളവ് എന്ന് പറയുന്നത് 4 സൈഡും കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 4a കൂടെ കൂട്ടിയാൽ 4a എന്ന് കിട്ടി. അത് എന്തിന് തുല്യമാണ്? 100 സെന്റിമീറ്ററിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ എയുടെ വാല്യൂ എത്രയാ? 100/4 ചെയ്താൽ പോരെ? 25 സെന്റിമീറ്റർ എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ എയുടെ വാല്യൂ 25 സെന്റിമീറ്റർ ആണ്. എയുടെ വാല്യൂ 25 സെന്റിമീറ്റർ ആണെങ്കിൽ പരപ്പളവ് കാണാൻ എ സ്ക്വയർ കണ്ടാൽ പോരെ? എ സ്ക്വയർ എത്ര വന്നു? 25ന്റെ വർഗം 625 സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, സ്വാഭാവികമായിട്ടും ചോദിക്കാമല്ലോ മിസ് എന്തുകൊണ്ടാണ് സ്ക്വയർ വന്നത്, എന്തുകൊണ്ടാണ് ഒരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ പാരലോഗ്രാമോ ഒന്നും വരാതിരുന്നത്? അതെല്ലാം തന്നെ ചതുർഭുജമല്ലേ, 4 വശങ്ങളാണ് അതിനുള്ളത് അല്ലേ. അപ്പൊ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ അതിനൊരു പ്രശ്നമുണ്ട്. എന്താണ്? നീളവും വേണം വീതിയും വേണം. നമ്മുടെ കയ്യിൽ ആകെ എന്തേ ഉള്ളൂ? ഒരൊറ്റ വാല്യൂ മാത്രമേ ഉള്ളൂ. ആകെ നമുക്ക് അറിയാവുന്നത് 100 സെന്റിമീറ്റർ എന്നുള്ളൊരു വാല്യൂ അറിയത്തുള്ളൂ. അപ്പൊ ഇതിന്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ 2 × l + b = 100 എന്ന് നമുക്ക് എടുക്കാം. അപ്പൊ l + bയുടെ വാല്യൂ നമുക്ക് അവിടെ നിന്ന് കിട്ടുള്ളൂ. എത്ര? 50. നീളവും വീതിയും കൂടെ കൂട്ടിയാൽ 50 ആണ്. അല്ലാതെ അവിടെ നിന്ന് നീളം എത്ര വീതി എത്ര നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരൊറ്റ വാല്യൂ ഉള്ളെങ്കിൽ സോൾവ് ചെയ്യണമെങ്കിൽ സ്ക്വയർ എടുത്താലേ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുത്താലും നമുക്ക് ആ വാല്യൂ കിട്ടില്ല. അത് മാത്രമല്ല, ചോദ്യത്തിൽ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. മാക്സിമം പരപ്പളവ്, പരമാവധി പരപ്പളവ് എത്രന്നാ ചോദിച്ചേക്കുന്നത്. എപ്പോഴും ഏരിയ മാക്സിമം ആയിട്ടുണ്ടാവുക സ്ക്വയറിന്റെ ആയിരിക്കും. സോ നമുക്ക് അങ്ങനെ വേണമെങ്കിലും കോറിലേറ്റ് ചെയ്ത് ആൻസർ ചെയ്യാം കേട്ടോ. ഇവിടെ ഇപ്പൊ ഏറ്റവും എളുപ്പം ചിന്തിക്കാൻ എന്താ? ഒരു 100 സെന്റിമീറ്റർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്ക്വയർ ആണെങ്കിൽ വളരെ എളുപ്പമാണ് അല്ലെ. 4 വശവും തുല്യം ആയതുകൊണ്ട് തന്നെ 4 സൈഡും കൂടെ കൂട്ടുന്നതാണ് 100 സെന്റിമീറ്റർ. എപ്പോഴും ഇങ്ങനെയാണ്. ചുറ്റളവ് കണ്ടുപിടിക്കുക. ചുറ്റളവ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ സൈഡ് കാണുക. അപ്പൊ ഏത് സാധനം വെച്ചാണോ ഉണ്ടാക്കുന്നത് ആ സാധനത്തിന്റെ ചുറ്റളവുമായിട്ട് ആ വാല്യൂ ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമ്മൾ കമ്പി വെച്ചിട്ടല്ലേ ഈ സ്ക്വയർ ഉണ്ടാക്കിയത്. അപ്പൊ ഈ സ്ക്വയറിന്റെ ചുറ്റളവ് ആ കമ്പിയുടെ നീളത്തിന് തുല്യമായിരിക്കും. എപ്പോഴും അങ്ങനെയാ ചെയ്യാം. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് സൈഡ് കിട്ടും. ഒരു വശം കിട്ടിയാൽ വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? ഏരിയ കാണാം. ഏരിയ എത്രയാണ്? 625. അടുത്ത ചോദ്യം, ലാസ്റ്റ് ചോദ്യം നോക്കിക്കേ. ഒരു കുടുംബത്തിന്റെ ബഡ്ജറ്റിൽ വിവിധ ഇനങ്ങൾക്ക് നൽകുന്ന പരിഗണന താഴെ കൊടുത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു പൈ ഡയഗ്രാം വരയ്ക്കാലോ. 30% എന്ന് പറയുമ്പോൾ ഏകദേശം ഇത്രയും വരയ്ക്കാം നമുക്ക്. 30% എന്തിനു വേണ്ടിയിട്ടാണ്? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് 30% ആണ് നമ്മൾ മാറ്റി വെച്ചേക്കുന്നത്. 10% വസ്ത്രത്തിന് വേണ്ടിയിട്ട്. അപ്പൊ 10% എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരയ്ക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? വസ്ത്രത്തിന് വേണ്ടി 10% നമ്മൾ എഴുതി കൊടുത്തു. വിദ്യാഭ്യാസം 25% ആണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 25% വിദ്യാഭ്യാസത്തിന് വേണ്ടി മാറ്റിവെച്ചു. അടുത്തത് ആരോഗ്യത്തിന് വേണ്ടി 20%. ആരോഗ്യത്തിന് വേണ്ടി 20% ആരോഗ്യം. ലാസ്റ്റ് 15% നമ്മൾ എന്ത് ചെയ്തു? വിനോദത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഓക്കെ, എന്റർടൈൻമെന്റ്, വിനോദത്തിന് വേണ്ടി 15% മാറ്റിവെച്ചു. ഈ വിവരങ്ങൾ ഒരു പൈ ഡയഗ്രാം ഉപയോഗിച്ച് സൂചിപ്പിച്ചാൽ വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന വൃത്താംശത്തിന്റെ കേന്ദ്ര കോണളവ് എത്ര? നോക്കിക്കേ, വിദ്യാഭ്യാസം എത്ര ശതമാനമാണ്? 25% അല്ലെ. അപ്പൊ ശതമാനത്തിനെ എന്താക്കി മാറ്റണം? ആംഗിൾ ആക്കി മാറ്റണം. 25% എന്ന് പറഞ്ഞാൽ 25/100. അതിനെ എന്തിലേക്ക് മാറ്റണം? ഡിഗ്രിയിലേക്ക് മാറ്റണം. ആകെ മൊത്തം എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി അല്ലെ. 360 ഡിഗ്രി എന്ന് പറയുന്നത് 100% തുല്യമാണ്. ഓക്കെ, 360 ഡിഗ്രി 100% തുല്യമാണ്. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360/100 ഡിഗ്രിക്ക് തുല്യമാണ്. 25% എന്ന് പറഞ്ഞാൽ എന്തിനു തുല്യമായിരിക്കും? 360/100 × 25 തുല്യമായിരിക്കും. വെട്ടാലോ? 25 × 4 100. 4 360 കൂടെ വെട്ടാം. 4 1 4, 4 × 9 36, ഒരു 0 കൂടെ ഉണ്ട്. കണ്ടോ? 90 ഡിഗ്രിയാണ് നമുക്ക്
ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ മൊത്തം എന്ന് പറയുന്നത് 100% അല്ലെ. അപ്പൊ ഈ 100% എന്ന് പറയുന്നത് ടോട്ടൽ ആംഗിൾ എത്രയായിരിക്കും? 360 ഡിഗ്രിക്ക് സമമായിരിക്കും. അങ്ങനെയാണെങ്കിൽ 25% എന്ന് പറയുന്നത് 25/100 ഗുണം 360 ഡിഗ്രിക്ക് സമമായിരിക്കും. ഓക്കെ, വെട്ടിക്കളയുന്നു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. എങ്ങനെ ചെയ്താലും ഒരു പ്രശ്നവുമില്ല, മനസ്സിലാവാൻ വേണ്ടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അങ്ങ് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ 90 ഡിഗ്രി. ഫൈൻ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ചോദ്യമായിരുന്നു. അപ്പൊ അതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ചോദ്യങ്ങളെല്ലാം പ്രയാസമായിരുന്നു കേട്ടോ. എല്ലാം അല്ലെങ്കിലും അത്യാവശ്യം കുട്ടികളെ ടൈം കില്ലിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇതിനകത്ത് ഉണ്ടായിരുന്നു. നമുക്ക് ആ സമയത്ത് ടെൻഷനും ഒക്കെ ആയിട്ട് എക്സാം ഹാളിൽ ഇരുന്ന് എത്ര ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ആൻസർ ചെയ്യാൻ സാധിച്ചു കാണും എന്ന് എനിക്ക് ഊഹിക്കാൻ സാധിക്കില്ല. കാരണം പാടാണ്, പ്രയാസമായിരുന്നു. UPSC PSC എളുപ്പമാക്കിയപ്പോൾ LPSCക്കാരെ പിടിച്ച് നന്നായിട്ടിട്ട് കൊടയുകയും കൂടെ ചെയ്തു. അപ്പം എന്താണെങ്കിലും എക്സാം എഴുതിയ കുട്ടികൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അല്ലെങ്കിൽ ചെയ്യാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. ഇനി തെറ്റിപ്പോയ കുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, വീണ്ടും ചെയ്ത് പഠിക്കുക കേട്ടോ. നമുക്ക് വരുന്ന പരീക്ഷകളിൽ ഇതിലുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ റിപ്പീറ്റ് കിട്ടാം. കാരണം ഇനി LD ക്ലർക്കൊക്കെ വരാൻ പോവുകയാണ് അല്ലേ. 10th ബേസ്ഡ് സിലബസ് ആണ് ഈ പരീക്ഷകൾക്ക് എല്ലാം തന്നെ വേണ്ടത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങളെല്ലാം ചെയ്ത് പഠിക്കണം. എത്ര പ്രയാസമുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് എക്സാം എളുപ്പമായി വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഒന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, കഴിഞ്ഞതങ്ങോട്ട് കഴിഞ്ഞു. ഇനി വരാനുള്ള എക്സാമിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ വരുന്ന LD ക്ലർക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളെല്ലാം തന്നെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.